ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് വാഹനക്കടത്ത് നടത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിലായിരിക്കുന്നു. ബംഗാൾ സ്വദേശി വിശ്വദീപിനെ കസ്റ്റംസ് സംഘം പിടികൂടുകയായിരുന്നു. ബംഗാളിൽ നിന്നും പിടികൂടിയ ഇയാളെ കേരളത്തിലെത്തിച്ച് റിമാൻഡ് ചെയ്തിരിക്കുന്നു. പ്രതിയുടെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കൊണ്ടുവരുന്നത് വലിയ വാർത്തയായിരുന്നു. അതിൽ പല താരങ്ങളടക്കം പെടുന്ന വാർത്തയും നമ്മൾ നൽകിയതാണ്. ഇപ്പോൾ ബംഗാൾ സ്വദേശി വിശ്വദീപിനെ എങ്ങനെയാണ് കസ്റ്റംസ് കണ്ടെത്തിയത്? ബംഗാളിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നല്ലോ. ഇയാളുടെ തട്ടിപ്പിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്മൃതി, ഓപ്പറേഷൻ നംകൂറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ബ്രേക്ക് ത്രൂ ആണ് ഇപ്പോൾ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നടത്തിയിരിക്കുന്നത്. മുഖ്യ സൂത്രധാരനായ വിശ്വദ്വീപിലേക്ക് തന്നെ കസ്റ്റംസിന് എത്താൻ കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഇയാൾ ബംഗാളിലുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നു. ബംഗാൾ സ്വദേശിയാണ്. ഇയാളുടെ വീട് ബംഗാളിലാണ്. ഇയാളുടെ വീടിനോട് ചേർന്നാണ് ഇൻഡോ ഭൂട്ടാൻ അതിർത്തി വരുന്നത്. അപ്പോൾ അവിടെ എത്തിയ കസ്റ്റംസ് സംഘം ഇയാളെ കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് പിടികൂടിയത്. അതിനുശേഷമാണ് കേരളത്തിലേക്ക് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാൾ റിമാൻഡിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ അതായത് ഭൂട്ടാനിൽ നിന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തുന്നതിൽ മുഖ്യ സൂത്രധാരനാണ് ഇയാളെന്നുള്ളതാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ സംഘത്തിലെ മറ്റ് 4 പേരെ അസമിൽ നിന്ന് കസ്റ്റംസ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. 450-ലധികം വാഹനങ്ങൾ ഇവർ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഘത്തിൽപ്പെട്ട കൂടുതൽ ആളുകൾക്കായി അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിശ്വദ്വീപിനെ കുറിച്ച് കസ്റ്റംസ് പറയുന്നത് ഇയാൾ വിപ്രോയിൽ, അതായത് സോഫ്റ്റ്വെയർ കമ്പനിയായ വിപ്രോയിലെ സീനിയർ എഞ്ചിനീയർ ആണെന്നുള്ളതാണ്. അങ്ങനെ എഞ്ചിനീയറായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിലുള്ള കൃത്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നത്. ഇതിൽ നമുക്കറിയാം, സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ കേസായി മാറുന്നത് ചില താരങ്ങൾ കൂടി ഈ കേസിൽ വരുന്നതോട് കൂടിയാണ്. അതായത് ദുൽഖർ സൽമാൻ, ഒപ്പം തന്നെ അമിത് ചക്കാലക്കൽ, പൃഥ്വിരാജ് അടക്കമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചും കസ്റ്റംസിന്റെ അന്വേഷണം നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ദുൽഖർ സൽമാന്റെ 4 വാഹനങ്ങളും അമിത് ചക്കാലക്കലിന്റെ 6 വാഹനങ്ങളും കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നതാണ്. അങ്ങനെ ഒരു കേസിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യ സൂത്രധാരനായ വിശ്വദ്വീപിനെ കസ്റ്റംസിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി പ്രധാനമായും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ രാജ്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റാക്കറ്റ് നിയന്ത്രിച്ചിരുന്ന ആളാണ്. മറ്റ് റാക്കറ്റുകളെ സംബന്ധിച്ചുള്ള വിവരവും ഇയാളിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കസ്റ്റംസ് ഉള്ളത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, കോയമ്പത്തൂർ റാക്കറ്റ് അടക്കം ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തുന്നുണ്ടെന്നുള്ളത് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നതാണ്. അതിന് പിന്നാലെ കൂടിയാണ് ഇത്തരം നടപടികളിലേക്ക് കസ്റ്റംസ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി കൂടുതൽ അന്വേഷണം, അതായത് ഈ റാക്കറ്റിലെ കൂടുതൽ ആളുകളിലേക്ക് കൂടി എത്താനുള്ള, അവരുടെ അറസ്റ്റിലേക്ക് കൂടി കസ്റ്റംസ് നീങ്ങുകയാണെന്ന സൂചന കൂടിയാണ് ലഭ്യമാവുന്നത്. പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന. ഭൂട്ടാൻ വാഹനക്കടത്തിലെ സൂത്രധാരൻ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ശരൺ, ഇപ്പോൾ മുഖ്യ സൂത്രധാരൻ പിടിയിലാകുന്നു. ഇയാളെ ബംഗാളിൽ പോയി പിടികൂടുകയാണ് കസ്റ്റംസ് ചെയ്തിരിക്കുന്നത്. ഇത് എത്രത്തോളം വലിയ ശൃംഖലയാണ്? ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എത്ര കാലമായി ഇവർ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്? ഇത്തരം വിവരങ്ങൾ നമുക്ക് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? സ്മൃതി, കഴിഞ്ഞ കുറേ വർഷമായിട്ട് പല റാക്കറ്റുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ റാക്കറ്റ് നിയന്ത്രിച്ചിരുന്ന ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. മറ്റ് റാക്കറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കസ്റ്റംസ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാഹനക്കടത്ത് നടക്കുന്നതെന്നുള്ളതാണ്. ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ നികുതി വെട്ടിച്ച് അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം അനധികൃത രജിസ്ട്രേഷനിലൂടെയാണ് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വാഹനങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന 5 പേരിൽ ഒരാൾ അസമിലെ ഡിസ്ട്രിക്റ്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ആണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു റാക്കറ്റാണ്, അതായത് ഈ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു വലിയ റാക്കറ്റിനെ കൂടിയാണ് ഇപ്പോൾ കസ്റ്റംസിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കസ്റ്റംസിന്റെ അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള മറ്റ് ഏജൻസികളും ഇതിന് പിന്നിലുണ്ടെന്നുള്ളതാണ്. ഈ വാഹനക്കടത്ത് നടക്കുമ്പോൾ തന്നെ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കണ്ടെയ്നറുകളിലാണ് ഈ വാഹനങ്ങൾ കടത്തിയിരുന്നത്. അങ്ങനെ കടത്തുമ്പോൾ തന്നെ ലഹരി
കടത്തടക്കം നടന്നിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നു. അങ്ങനെ അത് NCBക്ക് കൈമാറുന്നു. NCB അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നു. ഇതോടൊപ്പം തന്നെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫെമ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്. വളരെ വിപുലമായ ഒരു തട്ടിപ്പ് തന്നെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ നുങ്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കൊച്ചി കസ്റ്റംസ് പ്രിവെന്റീവ് കഴിഞ്ഞ വർഷം സിനിമാ താരങ്ങളുടെ അടക്കം 36 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടമായിട്ടാണ് ഇപ്പോൾ അതിന്റെ സൂത്രധാരണയെ ബംഗാളിൽ പോയി കസ്റ്റംസ് പിടികൂടി കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് SS ശരൺ കൊച്ചിയിൽ നിന്ന് നൽകിയത്. നോക്കാം.